ഗൈസ്, അപ്പോൾ ഇന്ന് ഇറക്കാൻ പോകുന്ന വീഡിയോ ഹൗ ഇലിയറ്റ് പൂറിയ വിൽ ബീറ്റ് ഇസ്ലാം എന്ന് വെച്ചാൽ ഞാൻ കണ്ടുപിടിച്ചില്ല, വേറെ ആൾക്കാരെ കണ്ടുപിടിച്ചാണ്. എന്നാലും ഒരു വേ ഹൗ ഇസ്ലാം വിൽ ബി ബീറ്റൺ, അല്ലെങ്കിൽ ഹൗ ഇലിയ ക്യാൻ എക്സ്പ്ലോയിറ്റ് വൺ ഓഫ് ഇസ്ലാംസ് ബിഗ്ഗസ്റ്റ് ടെലിഗ്രാഫ്സ്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ബിഗ്ഗസ്റ്റ് പാറ്റേൺ എങ്ങനെ ഇലിയ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ചെറിയ ബ്രേക്ക് ഡൗൺ വീഡിയോ. ലൈക്ക് ആൻഡ് ഷെയർ. ഗൈസ്, ഡസ്റ്റിന് കയറി വരുമ്പോൾ തന്നെ ഇസ്ലാം ലീഡ് ഹുക്ക് എറിയണം നോക്കോട്ടെ. ഡസ്റ്റിന് എപ്പോൾ ഫ്രണ്ടിലോട്ട് ലഞ്ച് ചെയ്താലും ഇസ്ലാം ലീഡ് ഹുക്ക് ചെയ്യും. ഇത് ഇസ്ലാമിൻ്റെ പാറ്റേൺ ആണ്, ഇസ്ലാം ശീലിച്ചേക്കുന്ന ഒരു സ്വഭാവമാണ്. ഇങ്ങനെ ചാൾസിനെ നോക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇസ്ലാം. ഇസ്ലാമിന്റെ പാറ്റേൺ ഉണ്ടോ? ഇസ്ലാം ഞാൻ കേറുമ്പോ തന്നെ ഇസ്ലാമിന്റെ പ്രൊട്ടക്റ്റീവായിട്ട് ഒരു വൈൽഡ് റൈറ്റ് ഹുക്ക് എറിയും. ഇത് ഇന്ത്യക്ക് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇന്ത്യ ഈ പാറ്റേൺ മനസ്സിലാക്കി. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹൈസ്റ്റ് IQ5 ഉള്ള ഫൈറ്ററാണ്. ഫസ്റ്റ് ഇത് മനസ്സിലാക്കിയെങ്കിൽ ഇന്ത്യ മനസ്സിലാക്കും. അപ്പൊ ഇന്ത്യയിലേക്ക് എങ്ങനെ ഇന്ത്യക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറയാം. ഈ കണ്ട ഈ വൾനറബിലിറ്റി ഉണ്ടാ ഗൈസ്, ഞാൻ ലഞ്ച് ചെയ്തപ്പോ ഇസ്ലാം അവന്റെ പൊമല്ലം പോലെ വരുന്നു. എനിക്ക് ഈ സമയത്ത് കുറെ ഓപ്ഷൻ ഉണ്ട്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ്, ബോഡി ഹുക്ക്, ഇത് പല രീതിയിൽ. ഇത് ഞാൻ ചുമ്മാ ഒരു ഇത് പറയണല്ല, ഹൈയസ്റ്റ് ലെവൽ. ഗായ്സ്, ഇവിടെ ഡസ്റ്റിൻ ഇത് ഫിഗർ ഔട്ട് ചെയ്ത് ഇസ്ലാമിന്റെ ഇത് പ്രതീക്ഷിച്ച് സ്ട്രേറ്റ് പഞ്ച് എറിഞ്ഞു. ഡസ്റ്റിൻ ഫിഗർ ഔട്ട് ചെയ്ത് സ്ട്രേറ്റ് പഞ്ച് എറിഞ്ഞു. ഗായ്സ്, ഹൈറ്റ് ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യും. അത് നിങ്ങൾക്ക് ഇലിയുടെ പാറ്റേൺ അറിയാലോ. മാക്സോൾ എവിടെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, 2-3 വർഷം പറഞ്ഞാണ്. ഇങ്ങനെ ഒരു സെമി സൗത്ത് പോലെ നിൽക്കണവരെ ഇലിയുടെ ഹിപ്പ് നോക്കിയ ഗൈസ്, ഇലിയുടെ ഹിപ്പ് നോക്കിയ ഗൈസ്. ഒരു മൈക്രോ സെക്കൻഡിൽ ഇലിയുടെ ഹിപ്പ് ട്വിസ്റ്റ് ചെയ്ത് നോക്കി, പെർഫെക്റ്റ് ഹുക്ക് ഡെലിവറി നോക്കി. ഇതൊരു ജീനിയസ് ലെവൽ മൂവ്മെന്റ് ആണ്. UFC ആരും ഇന്ന് ചെയ്യാൻ വേറെ കഴിവില്ല. ആള് ഒരു മൈക്രോ സെക്കൻഡിൽ ഇങ്ങനെ തിരിഞ്ഞ് ഒരു ഹുക്ക് ഡെലിവറി ചെയ്യാൻ IQ ഉള്ള ഇലിയക്ക് ഇസ്ലാമിന്റെ ഇപ്പൊ ചെയ്ത ഇങ്ങനൊരു ഹുക്ക് വരുമ്പോ ഡക്ക് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇസ്ലാം ഈ പാറ്റേൺ ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഇലിയക്ക് എന്തായാലും അഡ്വാൻറ്റേജ് ആണ്. ഗായ്സ്, ഞാനൊരു യൂണിവേഴ്സൽ ഫാക്ട് പറയാം. സ്ട്രേറ്റ് പഞ്ചസ് ബീറ്റ് ലൂപ്പിംഗ് പഞ്ചസ്. സ്ട്രേറ്റ് പഞ്ചസ്, സ്ട്രേറ്റ് ക്രോസ് ബീറ്റ് ഇസ്ലാംസ് ലൂപ്പിംഗ് ഹുക്സ്. അതുകൊണ്ട് ഡസ്റ്റിന് എപ്പോഴും ഫേവറബിൾ ആണിത്. അത് മാത്രമല്ല ഗായ്സ്, വേറൊരു പോയിന്റ് കൂടി പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം എപ്പോഴും കേജിന്റെ നടുക്ക് നിന്ന് ആരെയും ഷൂട്ട് ചെയ്യാറില്ല. കേജിന്റെ നടുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഇസ്ലാം എപ്പോഴും സ്ട്രഗിൾ ആണ്. ഇസ്ലാം എപ്പോഴും ക്ലിഞ്ച് ചെയ്യുക, കേജിന്റെ അറ്റത്ത് കൊണ്ടുപോകും, അവിടെ നിന്ന് പിടിക്കും, ക്ലിഞ്ച് ചെയ്യും, അവിടെ നിന്ന് ഒരു ചെയിൻ റെസ്ലിങ്ങിന്റെ ഒരു വൈബ് ഇട്ടാണ് ടേക്ക് ഡൗൺ ചെയ്യണം. അപ്പൊ ഇലിയക്ക് ഒരിക്കലും കേജിന്റെ അറ്റത്തോട്ട് പ്രഷറായിട്ട് പോവാണ്ട് ഇസ്ലാം പ്രഷർ ചെയ്യുന്ന സമയത്ത് ആംഗിൾസ് കട്ട് ചെയ്യുക. ഇങ്ങനെ കേജിലോട്ട് പോവാണ്ട് ആംഗിൾസ് കട്ട് ചെയ്ത് ഒരുപാട് രീതിയിൽ നടുക്കോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇസ്ലാമിന്റെ ടേക്ക് ഡൗണിന്റെ ത്രെട്ട് പിന്നെയും കുറയും. അപ്പോൾ ജസ്റ്റ് ഈ പാറ്റേൺ കാണിച്ചാണ് ഒന്നും കൂടി ലാസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഇസ്ലാമിന്റെ ഒരു പാറ്റേൺ ആണ്. എല്ലാം DCക്ക് ഉണ്ടായി പണ്ട്. കിക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ DC ബോഡി കിക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഹെഡ് കിക്ക് വന്ന സ്ഥലത്തോട്ട് തല വെച്ച് കിക്ക് ചെയ്യും. അത് ജോൺസ് ആ പാറ്റേൺ മനസ്സിലാക്കിയാണ് ഹൈ കിക്ക് സെറ്റ് ചെയ്തത്. അതേപോലെ ഇസ്ലാമിന്റെ പാറ്റേൺ ആണ് ഗൈസ്. നോക്കോട്ടെ, ഇസ്ലാമിന്റെ പാറ്റേൺ ആണ്. വരുമ്പോൾ തന്നെ റൈറ്റ് ഹുക്ക്. ഇതിലേക്കും എങ്ങനെ ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യാന്ന് കാണിച്ചുതരാം. ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് കൗണ്ടർ സെറ്റ് ചെയ്യാം. അപ്പൊ ഐ ഹോപ്പ് ഇസ്ലാംസ് ടീം ഫിക്സ് ഇറ്റ് ഓർ ഇന്ത്യ യോസ് ഇൻ വാട്ട് എവർ. അപ്പൊ താങ്ക് യു ഫോർ റീപ്ലേസിംഗ് ദ ബിച്ച് ഗിൽസൺ. അപ്പൊ ഗൈസ്, ഡൊണേറ്റ് ഇഫ് യു കണ്ട ഗ്ലൗസ് ഒക്കെ ഇതായി നല്ല സെറ്റപ്പ് ആവുകൊണ്ട് ഡൊണേറ്റ് ചെയ്യും. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ഗൈസ്. കമന്റ് ചെയ്യുക, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പറയുക. ബൈ ബൈ.